രാജാ സാറിന്റെ ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? പ്രാക്ടീസ് അടിപൊളിയായിരുന്നു. ഉം. ചെറുതായിട്ട് ത്രോട്ട് ഡ്രൈ ആയിപ്പോയി. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. ഓക്കെ, ചോദിച്ചു നോക്കാം നമുക്ക്. ഓക്കെ. ചേച്ചി കീർത്തി, യെസ് മാം. സുഖല്ലേ? ഓ സുഖാണ്. ഹാപ്പി അല്ലേ? ഓ ഹാപ്പിയാണ്. നല്ല തിളങ്ങുന്ന ഡ്രസ് ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ടുണ്ട്. പറയട്ടെ ആദ്യം തന്നെ, ഓക്കെ, താങ്ക് യു മാം. നല്ല പാട്ട് സെലക്ഷൻ, താങ്ക് യു. സൂപ്പർ ഓർക്കസ്ട്ര, സൂപ്പറായി വായിച്ചു. മോളെ ഡീറ്റെയിൽസ് പറയൂ. ഇത് അലകൾ ഓയ്വതില്ല എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഓക്കെ. ഇളയരാജ സാറാണ് ഇതിന്റെ മ്യൂസിക്, ആ ഗംഗൈ അമരൻ സാറാണ് ഇതിന്റെ ലിറിക്സ്, ആ പിന്നെ പാടിയത് ജാനകി അമ്മ. ശരിക്കും ഈ പാട്ട് നമുക്ക് കേൾക്കുമ്പം ഒരു പ്രത്യേക ഒരു വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തുന്ന പോലെയാണ്. ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് ഈ പാട്ടിൽ. ഞങ്ങൾ ശരിക്കും ഈ ഓർക്കസ്ട്ര വായിക്കുന്ന പോർഷൻസ് ആയാലും ഇരുന്ന് എൻജോയ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിലുള്ള ആ BG ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. മിസ്റ്റർ പാച്ച്, നിങ്ങൾ അതിമനോഹരമായി വായിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. തബല ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയാണ് ഉലാത്തതാണ്. തബല ഇല്ലായിരുന്നോണ്ട് നന്നായെന്ന്, അതാണ് മഞ്ജരി ഉദ്ദേശിച്ചത്. ഒന്നുമല്ല, ചുമ്മാ എല്ലാരും ഗംഭീരായിരുന്നു. പിന്നെ മോളോ, എനിക്ക് ആ ഒരു സ്ട്രെയിന് തോന്നി വോയിസിൽ. എന്താണത്, ഈ വോയിസ് ഡ്രൈ ആയതിൻ്റെതാണോ? ഡ്രൈ ആയി. കാരണം ത്രൂ ഔട്ട് ദ സോങ് അത് കീർത്തിക്ക് വളരെ എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ആ ഒരു വോയിസിന് ഒരു ടെക്നിക്കൽ ഒരു എററാണ് വന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ളത് എനിക്കത് മനസ്സിലായില്ല. സ്ട്രെയിൻ ആണ്, ഡ്രൈ ആണെന്നൊക്കെ പറയുന്നു ഇപ്പോൾ വോയിസ്. പക്ഷെ അത് തന്നെയാണ് ത്രൂ ഔട്ട്. അപ്പോൾ അത് കൊണ്ട് ഇത് ഇത്രയും കറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒട്ടുമിക്ക ഭാഗങ്ങളിലും മോളുടെ വോയിസ് മോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ശ്രുതി കുറച്ചല്ലേ? കുറച്ച്. അതെന്താ, മോൾക്ക് സ്ട്രെയിൻ ആയതുകൊണ്ടാണോ? സ്ട്രെയിൻ ആയതുകൊണ്ട്. ഉറപ്പാണോ? ഒരുപാട് നമുക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ ഐ തിങ്ക് അതിന് വേറൊരു സോങ് സെലക്ട് ചെയ്യാമായിരുന്നു മോൾക്ക്. അങ്ങനെ തുടക്കത്തിലേ മോൾക്ക് അങ്ങനെ ഒരു സ്ട്രെയിൻ തോന്നിയിരുന്നെങ്കിൽ വേറൊരു സോങ് എടുക്കാമായിരുന്നു. കാരണം ഇതൊക്കെ കീർത്തിക്ക് ഈസി ആയിട്ട് പാടാൻ പറ്റിയതാണ്. എനിക്കതാണ് മനസ്സിലാവാഞ്ഞത്. ഇടയിലൊക്കെ ഈ വോയിസിന്റെ ഒരു പ്രോബ്ലം ആണ് ത്രൂ ഔട്ട് തോന്നിയത്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് മോളു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സാർ. കീർത്തി, എന്തു സാർ? ഉഗ്രൻ സെലക്ഷൻ, താങ്ക് യു സാർ. അസാധ്യ പാട്ട്, ഒരു നിവൃത്തിയില്ല. കാര്യം ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിലും രാജാ സാറിന്റെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ, അത് ഒരു മാറ്റവും ഇല്ല. അത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം രാജാ സാറും പിന്നെ ജാനകി അമ്മയും. ഇതിൽ തുടക്കം തന്നെ ഒരു സുഖമായില്ല സത്യം പറഞ്ഞാല്. പറയുന്നതിൽ വിഷമിക്കരുത് കേട്ടോ. അത് അപ്പൊ അതൊരു തൊണ്ടയ്ക്ക് ഇന്നൊരു ഒട്ടും വഴങ്ങുന്നില്ല. ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല തലേന്ന്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ത്രോട്ടില്. അല്ലല്ല, അത് എന്ത് ചെയ്യാനും നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ. അതെ സാർ. അപ്പൊ അത് ശരിയാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഇതിന്റെ ഒരു ടോട്ടൽ ഫീൽ ഉണ്ടല്ലോ, അത് തുറന്നു മുമ്പ് ഒന്ന് ശ്രുതി തരാമോ? പുത്തം പുതുക്കാലൈ അത്രയ്ക്ക് തുറന്നു പാടേണ്ട ഒരു പാട്ടേ അല്ലത്. അത് സോഫ്റ്റായിട്ട് എത്രത്തോളം അത് സുഖിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പാടണം. ഒന്ന് പാടാമോ സോഫ്റ്റായിട്ട്? പുത്തം പുതുക്കാലൈ ഓക്കെ കുഴപ്പമില്ല, വിട്ടോ. ഗ്ലൈഡിനൊക്കെ ഒരു അർത്ഥം വരട്ടെ. അടുത്ത് ഇപ്പൊ പൊന്നിരവേളൈ, അത് ചുമ്മാതൊരു ബഹളമായിട്ട് അങ്ങ് പോവുക. അതിനൊരു ലൈഫ് വേണ്ടേ? എൻ വാഴ്വിലേ ദിനംതോറും തോன்றுം അത് സുഖരാഗം കേക്കും. അത് കാര്യം അതിന് മുമ്പിലത്തെ ലൈനുള്ള വെലോസിറ്റി അല്ല അതിന്. എൻ വാഴ്വിലേ ദിനം തോറും തോன்றுം സുഖരാഗം പറയുമ്പോ നമ്മുടെ നെഞ്ചിലേക്ക് വരണം, അല്ലേ?
ഇതൊരു കോമ്പസിഷൻ ആണ്, ഒരു നിവർത്തിയില്ല. അതുപോലെ അത് എന്താണ് പൂവിൽ പൂവിൽ തോன்றுം പൂന്ന് കേൾക്കുന്നില്ല, അതെന്താണ് കുഴപ്പം? പൂവിൽ തോன்றுം വാസം, ആ വാസമൊക്കെ കുറച്ചും കൂടെ കൺട്രോൾഡ് ആയിട്ട് പാടാം. പൂവിൽ തോன்றுം വാസം. കുഴപ്പമില്ല. ആ മനതിൻ അതാണ് ഒട്ടും, അത് കുഴപ്പമില്ല, ഒന്ന് പാടാമോ നമുക്ക്? മനതിൻ ആസൈകൾ മലരെ. ആ ഒരു നാച്ചുറൽ ഗ്ലൈഡ് ഉണ്ടാവട്ടെ. അല്ല ഇപ്പൊ മനസ്സിലായല്ലോ പറഞ്ഞത്. ഇപ്പൊ സ്ട്രെയിൻ ആയിട്ട് പാടിക്കാൻ വയ്യട്ടെ. ഇത് ഒരു ആ വരുമല്ലോ, അതൊരു ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലുതാവട്ടെ. കുറച്ചും കൂടെ ആവാത് കേട്ടോ. അത് കേട്ടില്ലേ ആ ഒരു ഡൈനാമിക്സ് ഇല്ലേ? പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. എന്നുണ്ട് എൻ്റെ കേട്ടോ. അത് ജാനകിയമ്മ ഇട്ട് പാടിയേക്കുന്നതാ. ആ വ്യത്യാസം മനസ്സിലായോ? എന്നാ ഒന്ന് പാട്. ദിനം തോറും തോன்றுം സുഖരാ സുഖരാഗം. അത് വലിച്ചാട് സുഖര ഒന്ന് പാടിയാ കൊള്ളത്തില്ലത്. സുഖരാഗം കേൾക്കും. ഓക്കെ, കറക്റ്റ് ചെയ്തോളൂ. അത് കുഴപ്പമില്ല. ഇതുപോലൊരു പാട്ട് വേറെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? രണ്ട് ലൈൻ പാടാമോ? വെള്ളിച്ചില്ലം വിതറി അത്ര സംഗതി വേണ്ട. മതി, അത്ര മതി. ഈ പാട്ടും ഈ ചാനലും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്താ? കൃഷ്ണേന്ദ്രൻ സാർ നമ്മുടെ അണ്ണാച്ചി പാടിയ പാട്ട്, അഭിനയിച്ചതും ഫുൾ ടൈം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ശരിയായിക്കോളാം കേട്ടോ. അത് എല്ലാം ശരീരം ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കാടാ. എപ്പോഴും ഇങ്ങനെ അസുഖം പിടിച്ചിരുന്നത് ശരിയാവത്തില്ല. കീർത്തി, ഓൾമോസ്റ്റ് 101% വരെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. നല്ല ശബ്ദം മോളുടെ, കാരണം നല്ല പവർഫുൾ വോയിസ് ആണ്. അപ്പൊ ഈ പവർഫുൾ വോയിസ് കൊണ്ട് നല്ല അങ്ങനെ ഒരു വോയിസ് കയ്യിലിരിക്കുമ്പോൾ അതിൽ ഡൈനാമിക്സ് കൊടുക്കാൻ മോക്ക് പറ്റും. അപ്പൊ ഒന്ന്, ഇത് ശ്രുതി കുറച്ചു. രണ്ട്, മോൾ ഓപ്പണപ്പായിട്ട് പാടി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സുഖം അങ്ങ് നഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ ഒറിജിനൽ പിച്ചിലോട്ട് ഒന്ന് കയറട്ടെ, നോക്കി. എന്നിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് പാടിക്കേ. എന്നുള്ള അടിക്കരുത്. മൈക്ക് കുറച്ച് മാറ്റി പിടിക്കേ. പഠിക്കും. പുത്തം പുതുകാലേ പൊന്നിരവേളേ ശ്രുതി. എൻ വാഴ്വിലേ ദിനംതോറും തോன்றுം സുഖരാഗം കേൾക്കും എന്നാളും ആനന്ദം. ബെറ്റർ. അപ്പൊ ഒന്നുകൂടെ ഒരു ഫീല് വരുന്നുണ്ട്. മോക്ക് ഇന്ന് കുറച്ച് പേടിയുണ്ടായിരുന്നു എന്നും എനിക്ക് തോന്നുന്നുണ്ട്. കീർത്തിക്ക് പല സ്ഥലങ്ങളും, അതായത് മനതിൻ ആസൈകൾ അത് പാടുമ്പോഴത്തേക്ക് വിറയ്ക്കുന്നുണ്ട്. നല്ല പേടി. എനിക്ക് മനസ്സിലാവില്ല എന്താണെന്ന്. നല്ല ക്ലാരിറ്റിയുള്ള വോയിസാണ്. ഒരു കോൺഫിഡൻസും കുറവുണ്ടായിരുന്നു. എന്തൊക്കെയോ മനസ്സിൽ അലയടിച്ചു. ജാനകി അമ്മ ഇതിനകത്ത് പാടിയിരിക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവലില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ജാനകി അമ്മയായിട്ട് പാടിയ ഒരൊറ്റ പാട്ടേ ഉള്ളൂ. അത് രതിപതിയായി ഞാനരികിൽ ഋതുമതിയായി മലനിരകൾ തരിനാനേ തരിനാന തരിനാനാനി രതിപതിയായി ഞാനരികിൽ ഇതൊരു പാട്ട് മഞ്ചേരി പറഞ്ഞ പോലെ കേട്ടിട്ടില്ല എങ്കിലും ആ സമയത്ത് കുറച്ച് പോപ്പുലർ ആയിരുന്നു.
ഇല്ല, ഇത് അങ്ങനെ ഒരു നല്ല- ഭാഗ്യം എനിക്കുണ്ടായി. എന്നാ നല്ല ഹിറ്റ് നമ്മളൊക്കെ പാടിയിട്ടുള്ള പാട്ട്. ഇത് ഞാൻ തരകണി സ്റ്റുഡിയോയിലാണ് പാടിയത്. ഓ മാത്രമല്ല ഞാൻ ജാനകിയമ്മയുടെ കൂടെ രവീന്ദ്രൻ മാഷ് ചെയ്ത ഓണപ്പാട്ടുകളുണ്ട്. അത് ജാനകിയമ്മയും ഞാനുമായിരുന്നു പാടിയത്. അങ്ങനെ ഒരുപാട്. പിന്നെ വേറൊരു വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാമിന് ജാനകിയമ്മയെ അനുമോദിക്കുന്ന ഒരു പ്രോഗ്രാമിന് കുറച്ച് വർഷങ്ങളായി കേട്ടോ, അന്ന് കുറേ വർഷങ്ങളായി. അന്ന് സെനറ്റ് ഹാളിൽ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് ജാനകിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, കൂടെ ഒരു ഡിബറ്റ് പാടാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ, അമ്മയുടെ കൂടെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു മഹാപുണ്യമല്ലേ എന്ന്. ജാനകിയമ്മ ചോദിച്ചു, ഞാൻ അകലെ അകലെ പാടുകയാണ്, നീങ്ക വന്ന് കൂടെ ജോയിൻ പണ്ടുക. എൻ്റെ അമ്മേ, ഒരു മഹാഭാഗ്യമായിരുന്നു. ഞാനും എന്താണ് പറയുന്നത്, ഒരു അകലെ എന്നുള്ളതൊക്കെ കുറച്ചുകൂടെ ഒക്കെ നീട്ടിയൊക്കെ എന്ന് പിടിച്ചു. കാരണം കിടക്കട്ടെ, കാരണം ജാനകിയമ്മയുടെ ഒരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ കഴിഞ്ഞ എണ്ണേ നീ നന്നാ പാടി. അപ്പൊ അത് അകലെ അകലെ നീലാകാശം അലതല്ലും രാഗതീർത്ഥം. ആ ജാനകിയമ്മ പാടുമ്പോഴത്തേക്ക് അത് വേറൊരു എന്ത് എനിക്ക് പറയാൻ വാക്കുകളില്ല. വേറൊരു വോയിസ്, വേറൊരു ഒരു സുഖം എവിടുന്നോ നമ്മളെയും കൊണ്ട് അങ്ങ് പറക്കും. അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയായിരുന്നു. അത് യൂട്യൂബിൽ കിടപ്പുണ്ട്, ഞാൻ ഇന്ന് കളിക്കുന്നുണ്ട്, കൂടെ കാണാൻ സാധിക്കും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ജാനകിയമ്മയായിട്ട് പാടാൻ സാധിച്ചത്. പിന്നെ ഒരു സിനിമാ പാട്ടും. മോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഒറിജിനൽ പിച്ചിൽ തന്നെ പാടണം. എന്തായാലും നന്നായിരുന്നു, ഡോണ്ട് വറി. ഇപ്പൊ ഇത് ഇങ്ങനെ ആയി പോയി എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. അടുത്ത പാട്ടിനെ പറ്റി ആലോചിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് അല്ലേ പറു? അതെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി കീർത്തി, ഈ ഒരു പെർഫോമൻസിന് മോളുടെ ശബ്ദം ഇന്ന് മോളെ സഹായിച്ചില്ല. അപ്പൊ അത് മോൾക്ക് തന്നെ അറിയാം, മനസ്സിലായി. അതുകൊണ്ട് ഈ പെർഫോമൻസിന് 8.3. താങ്ക് യു ചേച്ചി. ശരത് സർ നന്നായി പാടാൻ കഴിയുന്ന ഒരാളാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും കുറച്ചിട്ടില്ല. ഓക്കെ, എംജി സർ. കീർത്തി, I'm giving you 8.4. താങ്ക് യു സർ. So total 16.7. Thank you. Yes. ഓക്കേടാ.